ദിലീപിനെ വെറുതെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെ പൈസ കൊണ്ട് ബാക്കിയുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അത് കേസാവും. ഇരയ്ക്ക് നീതി കിട്ടില്ലെന്നാ പറയുന്നത്. തീർച്ചയായിട്ടും കിട്ടിയിട്ടില്ല. നീതി കിട്ടിയില്ല. കിട്ടിയിട്ടില്ല. ഏതായാലും അവർ പുനഃപരിശോധിക്കുമെന്ന് കരുതാം. അല്ലെങ്കിൽ പ്രതിഭാഗം അപ്പീലിന് പോകുമല്ലോ, ഏതായാലും വിധിക്കെതിരെ പോകും. നമസ്കാരം. ഡിസംബർ 6 എല്ലായ്പ്പോഴും നമുക്ക് ഒരു ഭീതിജനകമായൊരു ദിവസം ഡിസംബർ 6, പക്ഷേ അത് ഒന്നുമില്ലാതെ കടന്നുപോയി. അപ്പോൾ എല്ലാ പ്രേക്ഷകരും നമ്മുടെ പ്രേക്ഷകരെല്ലാം കാത്തിരുന്നത് ഡിസംബർ 8. ആ ഡിസംബർ 8 പ്രാധാന്യം ഞാൻ പറയാം. നമ്മുടെ പ്രിയപ്പെട്ട ജനനായകൻ ദിലീപ് അതിൻ്റെ കേസിൻ്റെ വിധിയായിരുന്നു. ഇന്ന് വിധി വന്നു. ദിലീപിനെ വെറുതെ വിട്ടു. ബാക്കിയുള്ള പ്രതികളെ കുറ്റക്കാരെ കോടതി കണ്ടെത്തി. അങ്ങനെ ഒരു വലിയ സംഭവം. അത് ഡിസംബർ 8 ഡേറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ജനങ്ങളോട് ചോദിക്കാം, ഇത് ദിലീപിൻ്റെ ഭാഗത്താണോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്താണോ എന്താണെന്ന് നമുക്ക് ചോദിക്കാം. അറിയാലോ, നമുക്ക് ജനങ്ങളുടെ വികാരം അറിയാലോ, ചോദിക്കാം നമുക്ക്. എടാ, ദിലീപിനെ വെറുതെ വിട്ടു അറിഞ്ഞായിരുന്നോ? ദിലീപിനെ വെറുതെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെ പൈസ കൊണ്ട് ബാക്കിയുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അത് കേസാവും. ബാക്കിയുള്ളവർ ചെയ്താൽ കേസാണ്. പൈസ ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ദിലീപ് കുറ്റക്കാരാണോ അല്ലയോ? ആരാണ്? സർക്കാരാണ് കുറ്റക്കാർ. സർക്കാരോ? അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കോടതിയിൽ വെറുതെ വിടാമല്ലോ. വെറുതെ വിട്ട കോടതിക്ക് ജഡ്ജിന് മുമ്പിൽ വരുന്ന വെച്ചാൽ തെളിവുകളാണ്. തെളിവുകളുടെ അഭാവത്തിലാണ് വെറുതെ വിട്ടത്. അങ്ങനെ ഒരിക്കലും പാടില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത് നോക്കണം. എന്താ പറയാനുള്ളത്? ഞാൻ എന്ത് പറയാനാണ് ആലോചിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ, അതായത് ദിലീപിൻ്റെ ഒരു ഇതായിരുന്നു ഞാൻ നേരത്തെ. ഫാനായിരുന്നു. ഇപ്പൊ ഫാനായിരുന്നു. ഇപ്പൊ ഉള്ള കേസെന്ന് പറഞ്ഞാൽ ദിലീപ് ചെയ്യുന്ന വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല, വിശ്വസിക്കില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യം മൊത്തം അറിയാമല്ലോ. എത്ര വർഷമായിരുന്നു സമ്മതത്തിലാണ്. ഒരു പൾസർ സുനി അല്ല, പ്രതികളെയൊക്കെ അറിയാമല്ലോ. ആ പ്രതികൾ പിന്നെ പോട്ട് കേസ് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പം ഈ വിധി ശരിക്കും ശരിയല്ല. കാരണം ശരിയെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കറിയാൻ സ്വാധീനമോ പണത്തിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും ആ വിധി ഇങ്ങനെ വന്നിട്ടുള്ളതാണ്. പിന്നെ അവൻ്റെ ഒരു ഇമേജിൻ്റെ പ്രശ്നം കാണുമായിരിക്കും മിക്കവാറും. പക്ഷെ അത് എവനെ പോലും വിധി വിലക്കെടുത്തെന്നാ പറയുന്നത്. എനിക്ക് അങ്ങനെയും തോന്നാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ ഹൈക്കോടതി വിധിയല്ലേ ഒന്നാണ്. സുപ്രീം കോടതിയിലെ കാര്യങ്ങൾ എത്രയോ കേസുകൾ ഞാൻ പറഞ്ഞുതരാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ അതുള്ള കാര്യം പറയുന്ന അതൊക്കെ ന്യായമായിട്ട് ഇനി ഇത് അപ്പീൽ കൊടുത്ത് സുപ്രീം കോടതി പോയിട്ട് കാര്യങ്ങൾ നോക്കുന്നതാണ് നല്ലത്. ഇരയ്ക്ക് നീതി കിട്ടില്ലെന്നാ പറയുന്നത്. തീർച്ചയായിട്ടും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്ന വിധി വന്നിരിക്കുന്നു. അയ്യോ, അത് വളരെ മോശപ്പെട്ട ഒരു സംവിധാനമാണ്. കോടതി എന്നെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. കോടതി ഇത് പക്ഷേ ഈ അടുത്ത കാലത്ത് വരുന്ന ചില കോടതി വിധികളൊന്നും ശരിക്കുള്ള രീതിയിലല്ല വരുന്നത്. കാരണം ഇപ്പോൾ മറ്റൊരു ജാമ്യം കിട്ടിയ ഒരാളുണ്ടല്ലോ 2 ദിവസം മുമ്പ്, പേര് നമ്മൾ പറയണ്ട. അത് തന്നെ ആ കോടതി വിധി, അതായത് തിരുവനന്തപുരം ജില്ലാ കോടതി വിധിച്ചതാണ്. മറ്റേ ഹൈക്കോടതി പോയാലും ജില്ലാ കോടതിയുടെ വിധിയെ അവർ അംഗീകരിക്കാവൂ. അത് അംഗീകരിക്കാതെ അവർ ജാമ്യം കൊടുത്തിരിക്കുന്നു. തെറ്റായ ചില കോടതി വിധികൾ വരാറുണ്ട്. ദിലീപ് കുറ്റക്കാരനോ അല്ലേ? ദിലീപ് കോടതിയാണ്. പിന്നല്ലാതെ അത് ഏതായാലും അവർ പുനഃപരിശോധിക്കുമെന്ന് കരുതാം. അല്ലെങ്കിൽ പ്രതിഭാഗം അപ്പീലിന് പോകുമല്ലോ, ഏതായാലും വിധിക്കെതിരെ പോകും. ഉറപ്പാണ്. എന്തായാലും പുനഃപരിശോധന വേണം. ഉറപ്പായിട്ട് വേണം. ദിലീപിന്റെ വിധി വന്നായിരുന്നു. ദിലീപിനെ വെറുതെ വിട്ടു. ദിലീപിന്റെ വിധി പറയാൻ പറ്റില്ല. ഒരു വലിയ വിഷയമാണ്. കേരളം ഒട്ടാകെ പിടിച്ചു കുലിക്കുക സംഭവമാണ്. ആ സിനിമാ നടിയെ പീഡിപ്പിച്ചതല്ലേ? നിയമം നടക്കുന്ന ഇവിടെ നിയമങ്ങളൊന്നും നടക്കുന്നില്ല. കോടതി പറയുന്നതെന്നും എന്താണെന്ന് ഒരു പിടുത്തരവില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഇരയുടെ ഭാഗത്താണോ? പിന്നെ ഇരയുടെ ഭാഗത്താണ് നമ്മൾ. പിന്നെ ദിലീപിന്റെ ഭാഗത്ത് എങ്ങനെ നിൽക്കുന്നത്? ദിലീപ് തെറ്റ് ചെയ്തെന്നല്ലേ പിടിച്ച് 8ാം പ്രതി ആയതല്ലേ കോടതി. ദിലീപ് അല്ലെന്നാ പറയുന്നത്. ഇപ്പൊ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞല്ലേ നടക്കുന്നത് അവര്. അപ്പൊ രാഹുൽ അതിന് തെളിവല്ലോ ഉണ്ടാ? ഇപ്പൊ കോടതി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നോക്കൂത്തിയായിട്ടിരിക്കുകയാണ്. കോടതി അലക്ഷ്യമാണ് കേട്ടോ. അറിയാം, കോടതി നമ്മൾ ബഹുമാനിക്കുന്നു. അല്ലെ, കോടതിയുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടാണ് കോടതി ഇപ്പൊ മുമ്പോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? നടൻ ദിലീപിന്റെ വിധി എന്ന് പറഞ്ഞായിരുന്നു. ദിലീപിന്റെ കേസുകളിൽ അറിയാമോ? ഒന്നും അറിയില്ല. അമ്മയ്ക്ക് അറിയാമോ?
ഇപ്പം വാർത്തയിൽ കണ്ടു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വാർത്തട്ടെ എന്തുണ്ട് അറസ്റ്റ് ചെയ്യാൻ പോണ് ഇങ്ങനെ 10 വരെ പിടിച്ചു അവരാ പിന്നെ ദിലീപിനെയൊക്കെ നിർത്തിയേക്കണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദിലീപിനെയൊക്കെ വെറുതെ വിട്ടു. വെറുതെ വിട്ടാ ഇല്ല അതറിഞ്ഞില്ല. അറിയായിരുന്നോ? അറിഞ്ഞില്ല. അറിഞ്ഞില്ലല്ലേ? ഏതായാലും നാട്ടുകാർക്ക് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. 10 വർഷം നീണ്ട നിയമ പോരാട്ടം, ഒരുപാട് പേര്, അതായത് അതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് സംഭവം കണ്ടു. ദിലീപേട്ടൻ ഈ പറയും പോലെ 5 പേരുടെ ഡിവോഴ്സ് ചെയ്തു. അത് മാത്രമല്ല പിന്നെ കാവ്യമാധവൻ വിവാഹം കഴിച്ചു. അതിനിടയ്ക്കുണ്ടായ സംഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ബാലേന്ദ്രനുണ്ട് എൻട്രി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെ 100 കാര്യങ്ങളുടെ ഒടുവിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു വിധി വന്നിരിക്കുന്നത്. ദിലീപ് എന്ന ആക്ടറിനെ അത് പിന്നെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും പ്രതികളാണ്. സംഭവിച്ച കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് കോടതിയാണ്, നീതിന്യായ വ്യവസ്ഥയാണ്. വിശ്വാസമുണ്ടെങ്കിൽ ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീ മരാ സൈനിങ് ഓഫ്.